ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമ്മുഖമേ നിങ്ങളേവരെയും വളരെ വിനീതമായി സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് 5 ഫെബ്രുവരി 2026 വ്യാഴാഴ്ച, ഈ മാസത്തെ 5-ാമത്തെ ദിവസം, ഈ വർഷത്തെ 36-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: ദൈവത്തിൻ്റെ ഓരോ പദ്ധതിയും എങ്ങനെ ആർ തിരിച്ചറിയുന്നു? ദൈവത്തിൻ്റെ ഓരോ പദ്ധതിയും എങ്ങനെ ആർ തിരിച്ചറിയുന്നു? അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വേദഭാഗം എന്നത് ലൂക്കോസ് എവൻഗേലിസ്റ്റായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യം. എലിസബത്ത് മച്ചിയായതുകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു, ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, പക്ഷേ അത് പലപ്പോഴും മനുഷ്യൻ്റെ പദ്ധതി ആവണമെന്നില്ല. മനുഷ്യൻ്റെ പദ്ധതികൾ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് ദൈവിക പദ്ധതി. എന്നാൽ പല മനുഷ്യർക്കും അതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതുകൊണ്ടാണ് മനുഷ്യൻ്റെ പാളിപ്പോയ പദ്ധതികൾക്കും ദൈവത്തിൻ്റെ വെളിപ്പെടാനിരിക്കുന്ന പദ്ധതികൾക്കും നടുവിൽ അവർ പതറിപ്പോകുന്നത്. സക്കറിയ പുരോഹിതൻ്റെയും എലിസബത്തിൻ്റെയും മകനായി യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്ന സുവിശേഷ ഭാഗം തന്നെ ദൈവിക പദ്ധതിയുടെ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് ഏവർക്കും ആ ഭാഗം കൃത്യമായി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഉള്ളിൽ നെരിപ്പോടുമായി ജീവിക്കുന്ന ദമ്പതികളാണ് സക്കറിയാവും എലിസബത്തും. കാരണം അവർക്ക് മക്കളില്ല. ദൈവാലയത്തിൽ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന അഹറോന്യ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരനാണ് സക്കറിയാവ്. ദൈവം ഓർത്തിരിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എലിസബത്ത് എന്നാൽ ദൈവം എൻ്റെ വാഗ്ദാനം എന്നാണ് അർത്ഥം. തൻ്റെ പിന്തുടർച്ചക്കാരനായി ഒരു മകൻ ഇല്ലാതെ പോയതിൻ്റെ വിഷമവും സങ്കടവുമാണ് സക്കറിയാവിനെ. വന്ധ്യ എന്ന ആരോപണം കേട്ട് മനസ്സ് മടുത്തവളാണ് എലിസബത്ത്. പ്രതീക്ഷിക്കാൻ രണ്ടുപേർക്കും ഒന്നുമുണ്ടായിരുന്നില്ല. പ്രായം കഴിഞ്ഞു പോയവർ പിന്നെങ്ങനെ പ്രതീക്ഷയുടെ തൊട്ടിലിൽ അവർക്ക് ആട്ടുവാൻ സാധിക്കും? അവർക്ക് എങ്ങനെ അതിനുള്ള കരുത്തുണ്ടാവും? ഒരു താരാട്ട് പാടാൻ അവർക്ക് എങ്ങനെ അവരുടെ ചുണ്ടുകൾ അവരെ അനുവദിക്കും? ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടന്നവരായിരുന്നു അവർ രണ്ടുപേരും. വേദപുസ്തകം നമ്മോട് പറയുന്നത് അവരെ പോലെ സാക്ഷ്യമുണ്ടായിരുന്ന ഒരു ദമ്പതികൾ ആ സമയത്ത് വേറെ ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നിട്ടും അവർ അനവധ്യ ദുഃഖം പേറി ജീവിക്കേണ്ടി വരുന്നു. എന്തൊരു വൈരുദ്ധ്യം, എന്തൊരു കഷ്ടം അല്ലേ? ഇതൊക്കെയും നമ്മൾ ഓർക്കുമ്പോൾ, നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ ദൈവവിശ്വാസം വിട്ടുകളഞ്ഞ് നമ്മൾ ദൈവത്തെ പഴിക്കുവാൻ തുടങ്ങിയനെ. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് ദൈവം യോഹന്നാൻ സ്നാപകനെ പിറക്കാൻ അനുവദിക്കുന്നത്. അവരുടെ നിരന്തരമായ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ലഭിക്കുന്ന അനുഗ്രഹമായ ഉത്തരമായിരുന്നു യോഹന്നാൻ സ്നാപകൻ. പ്രവാചകന്മാർ ഇല്ലാതിരുന്ന 400 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്നാപക യോഹന്നാൻ പിറക്കുന്നത് എന്ന് അത് മറ്റൊരു അത്ഭുതം കൂടിയാണ്. നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ദൈവം തീർച്ചയായും ഉത്തരം നൽകുമെന്ന ഉറപ്പ് കൂടിയുണ്ട്. സ്നാപകന്റെ ജനനവുമായി നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് സ്വീകരിക്കാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കണമെന്ന് മാത്രം. പുരോഹിതനായിരുന്നിട്ട് പോലും സക്കറിയാവിന് അത് സാധിച്ചില്ല എന്നത് ചിന്തനീയമാണ്. അതുകൊണ്ടാണ് 9 മാസക്കാലത്തേക്ക് ദൈവം അദ്ദേഹത്തെ നിശബ്ദനാക്കിയത്. ദൈവം നിശബ്ദനാക്കിയതോ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയതിൽ അവൻ സ്വയം മൗനമായതോ? വിശ്വസിക്കാനാവാത്ത അരുളപ്പാടിൻ്റെ സന്തോഷത്തിൻ്റെ വാക്കുകൾ ഇഴമുറിഞ്ഞുവോ? കാരണം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, പിന്നീടുള്ള 9 മാസങ്ങൾ മൗനത്തിൻ്റെ വാൽമീകത്തിനുള്ളിൽ അവൻ ഒരു തളർന്നവനെ പോലെ കഴിയുന്നതായി നമുക്ക് എവർക്കും കാണുവാൻ സാധിക്കും. ഈ മൗനകാലം ദൈവകൃപയെ ധ്യാനിക്കുവാൻ അദ്ദേഹത്തിന് ഇടവരുത്തി ദൈവം ഓർത്ത് നൽകുന്ന വാഗ്ദാനമായി യോഹന്നാൻ സ്നാപകൻ മാറുകയാണ്. അവിടെയുള്ളവർക്കെല്ലാം
ആ ജനനം സാക്ഷ്യത്തിന് കാരണമായി തീരുന്നു. നിന്ദിക്കപ്പെട്ടിരുന്നവൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തപ്പെടുന്നു. ദൈവം അവളോട് കരുണ കാണിച്ചു എന്നായി മറ്റു ചിലർ. പരിഹസിച്ചവരെല്ലാം അവളെ ഇപ്പോൾ അഭിനന്ദിക്കുന്നു. അസാധ്യമെന്ന് പറഞ്ഞ് വിധി എഴുതിയവർ ദൈവീക പദ്ധതിക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നവരായി മാറുന്നു. ദൈവത്തിന്റെ പദ്ധതികളെല്ലാം നിറവേറപ്പെടുന്ന ഒരിടമാണ് കുടുംബം. ഭൂമിയിലെ ദൈവരാജ്യത്തിലെ ചെറിയ പതിപ്പാണ് ഓരോ കുടുംബവും. കുടുംബത്തിൽ സംഭവിക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ ലോകത്തിന് മറ്റൊരിടത്തും അരങ്ങേറില്ലെന്ന് തോന്നുന്നു. എന്നാൽ ഹൃദയമുള്ള ദമ്പതികളുടെ കുടുംബത്തിലെ ഈ അത്ഭുതം നടക്കാറുള്ളൂ എന്ന് നാം അറിയണം. പരിച്ഛേദനയുടെ നാളിൽ കുഞ്ഞിന് അപ്പന്റെ പേര് വിളിക്കാൻ ഒരുങ്ങുമ്പോൾ അമ്മയായ എലിസബത്ത് നിർദ്ദേശിക്കുന്നത് യോഹന്നാൻ എന്ന പേര് നൽകണമെന്നാണ്. ധൂപം കാട്ടുമ്പോൾ സക്കറിയാവിന് ലഭിച്ച ദർശനത്തിൽ പറഞ്ഞ പേരും യോഹന്നാൻ എന്നതാണ്. പരസ്പരം അറിയുന്ന ദമ്പതികൾ ഒരാളുടെ ഹൃദയത്തിൽ വിങ്ങൽ പോലും മറ്റൊരാൾ അതേപടി അറിയുന്നു. മറ്റേയാളുടെ നിശബ്ദതയുടെ കാരണം പോലും അയാൾ മനസ്സിലാക്കുന്നു. നമ്മുടെയൊക്കെ ദാമ്പത്യങ്ങളിൽ ഇതുപോലെയുള്ള ഇഴയടുപ്പം ഉണ്ടാകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും ഒരുപാട് സംസാരിക്കുമ്പോഴും എന്നും കാണുമ്പോഴും ഹൃദയബന്ധങ്ങളുടെ ഊഷ്മളത അനുഭവപ്പെടുന്നില്ല. ഇതെന്തുകൊണ്ട്? ഒരു ആത്മപരിശോധനയ്ക്ക് കൂടി നാം ഇവിടെ തയ്യാറാകേണ്ടിയിരിക്കുന്നു. സക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതം നമ്മോട് പറയുന്നത് ദൈവീക പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി മാറുക എന്നതാണ്. അത് ചിലപ്പോൾ ഇന്ന് സംഭവിക്കാതെ പോയേക്കാം, പക്ഷേ നാളെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് ഈ വേദപുസ്തക ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. ദൈവം ഒരുക്കുന്ന പദ്ധതികളെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് വലിയ തിരിച്ചറിവിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരായി നമുക്ക് മാറാം. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഓരോ പദ്ധതിയും എങ്ങനെ ആർ തിരിച്ചറിയും എന്ന് ചോദിച്ചാൽ, ഒരു നല്ല വിശ്വാസിക്ക്, ഒരു ദൈവ പൈതലിന്, ദിവസവും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവന്, സൽപ്രവർത്തികൾ ചെയ്യുന്നവന് മാത്രമേ ആ ദൈവത്തിൻ്റെ ഓരോ പദ്ധതിയും തിരിച്ചറിയുവാൻ സാധിക്കുള്ളൂ എന്ന് നമ്മുടെ പിതാക്കന്മാരുടെ അനുഭവങ്ങളിൽ നിന്നും അവർ എഴുതി വച്ചിരിക്കുന്നതും അവരുടെ വാമൊഴിയിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ദൈവമേ, നിന്റെ പദ്ധതിക്ക് അനുസൃതമായി ജീവിതം ക്രമപ്പെടുത്താൻ എനിക്ക് കഴിയണമേ. നിന്റെ പദ്ധതി എന്തു തന്നെയായാലും അതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പദ്ധതിക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ എന്നാണ് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ പദ്ധതികൾ അവൻ നമുക്ക് ചെയ്തു തരികയും ചെയ്യുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.